കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. പിന്നെ അതിനു മുന്നേ ഒരു കാര്യം പറയുകയാണ്. ഇന്ന് നമ്മുടെ ഏഷ്യാനെറ്റ് ശരിക്കും നമുക്കൊരു പണി തന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ കുടുംബവിളക്കിന്റെ പ്രമോ വിശേഷം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പം കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് സഹകരിക്കുക. രാവിലെ എന്തായാലും നമ്മൾ കുടുംബവിളക്കിന്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നേരെ നമുക്ക് മൗനരാഗത്തിന്റെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ മേഘ്നയും കൂടി അർജുന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അർജുന്റെ വീട്ടിലെത്തിയ കല്യാണിയും ശരിക്കും അങ്ങ് ഞെട്ടിപ്പോവാണ്. അവിടെ നടന്ന കാര്യങ്ങളും അതുപോലെ മേഘ്നയുടെയും അവളുടെ ഭർത്താവിൻ്റെയും ജീവിതത്തിൽ നടന്ന ദുരന്തങ്ങളും ഒക്കെ ആലോചിക്കുമ്പം കല്യാണിക്ക് ശരിക്കും വിഷമമായി. എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ സഹായിച്ചേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ദുഷ്ടനായിട്ടുള്ള തൻ്റെ അച്ഛനെ പോലും സഹായിക്കാനുള്ള മനസ്സുള്ള ആളാണല്ലോ നമ്മുടെ കല്യാണി. അതുകൊണ്ട് തന്നെ കല്യാണിക്കാണെങ്കിലും അവരുടെ ആ ഒരു അവസ്ഥയും ആ അമ്മ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം വളരെയധികം സങ്കടമായി. എങ്ങനെയെങ്കിലും ഇനിയിപ്പം മേഘ്നയ്ക്കാണെങ്കിൽ പോവാൻ മറ്റൊരു ഇടം പോലും ഇല്ല. ഈ വീട്ടുകാരെയും അതുപോലെ അവളുടെ വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് അർജുനും മേഘ്നയും ഒക്കെ കല്യാണം കഴിച്ചത്. ആ ഒരു സംഭവമൊക്കെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല. ഈ വീട്ടിൽ അവളെ താങ്ങാനായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കല്യാണി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും മേഘ്ന ആണെങ്കിലോ എന്തായാലും എനിക്ക് ഇവരെയൊക്കെ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അർജുൻ്റെ അച്ഛനും അമ്മയും ആണല്ലോ, അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇനി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ചേച്ചി പോയിക്കോളൂ എന്നും പറഞ്ഞ് കല്യാണിയെ യാത്രയാക്കുകയാണ് മേഘ്ന. പക്ഷേ കല്യാണിയാണെങ്കിലോ അങ്ങനെ ഇവളെ വിട്ടിട്ട് പോരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നീ ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു വാക്കും കൊടുത്ത് കല്യാണി വീട്ടിലേക്ക് വരികയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കല്യാണി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള രാഹുലിനെ പൂട്ടാൻ പറ്റുക. രാഹുൽ എന്ന് പറയുന്നവൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ് ഇപ്പം നമ്മുടെ അർജുൻ അനുഭവിക്കുന്നത്. അർജുൻ അങ്ങനെ അത് അനുഭവിച്ച് മരിച്ചു പോയെങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു തീരാവേദനയൊക്കെ ഉള്ളിൽ പേറി ഒരുപാട് ആൾക്കാർ ആ വീട്ടിലും അതുപോലെ തന്നെ മേഘ്നയാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടിയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ കല്യാണി ഇങ്ങനെ ആലോചിക്കുമ്പോൾ രാഹുലിനെ വലിച്ചു കീറാനുള്ള ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ കിരൺ ആണെങ്കിലോ കല്യാണി നീ അവരുടെ വീട്ടിൽ പോയിട്ട് എന്തായി എന്നും ചോദിച്ച് അവളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. മേഘ്നയെ സംബന്ധിച്ചിടത്തോളം ഇനി അവൾക്കൊരു ജീവിതമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവളാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടിയാണ്. ഇനി എന്ത് ചെയ്യും കിരണേട്ടാ? ആ അങ്കിള്, ആ ദുഷ്ടൻ, അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് നമ്മുടെ ആൽബിക്ക് സംഭവിക്കേണ്ടിയിരുന്ന ദുരന്തമായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സോണിയയും ആൽബിയും ഒക്കെ വകവരുത്തുന്നതിന് വേണ്ടിയാണല്ലോ ആ ദുഷ്ടൻ അങ്ങനെ ചെയ്തത്. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ആ അപകടം അർജുന് സംഭവിച്ചു പോയത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പം കിരൺ ആണെങ്കിൽ പൂർണ്ണ സമ്മതമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാനുള്ള നല്ല മനസ്സാണ് നമ്മുടെ കിരണിനുള്ളത്. കിരണും പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, അവളെ തൽക്കാലം താമസിപ്പിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ അവൾക്ക് നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലിയും കൊടുക്കാം. അപ്പോൾ അവൾക്ക് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമല്ലോ. അത് മാത്രം ചെയ്താൽ പോരെ കിരണേട്ടാ. നമുക്ക് ചെയ്യാനുള്ളത് ആ അർജുൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം കൂടെ ചെയ്യണം. ആ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ശാരി ആണെങ്കിൽ നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ സരയും അതുപോലെ നമ്മുടെ മനോഹരനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അല്ല മോളെ, നിന്റെ അമ്മ എന്തിനാ ഇപ്പോൾ ഇവിടുന്ന് വഴക്കിട്ട് പോയത്? എന്ത് ചെയ്യാനാ മനുവേട്ടാ? നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. അച്ഛൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അമ്മ ഇവിടുന്ന് താമസം മാറിയത്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ രൂപാൻ്റിയുടെ അടുത്ത് പോയി നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പം ഞാനാണെങ്കിൽ അത് വിലക്കാനും നിന്നില്ല. അപ്പം രൂപയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇനി ശാരിയാണ് പോയി നിൽക്കുന്നത്. എന്തെങ്കിലും തട്ടാമുട്ടി ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനോഹരനുള്ളത് കൊണ്ട് തന്നെ നീ ഇനി അധിക ദിവസം അമ്മയോട് അവിടെ നിൽക്കണ്ടെന്ന് പറയും. അച്ഛൻ്റെ കാര്യം നമുക്കൊരു തീരുമാനം എടുക്കാം. അച്ഛനെ പറ്റിയ നല്ലൊരു ആശുപത്രിയിൽ തന്നെ കാണിച്ച് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കാമെന്നുള്ള കാര്യമൊക്കെ മനു പറയുമ്പം അത് ശരിയാ. എന്തായാലും അമ്മയ്ക്കിപ്പോൾ അച്ഛനുമായിട്ട് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര കണ്ട് അച്ഛൻ ഉപദ്രവകാരിയായി പോയതുകൊണ്ടാണല്ലോ ഇനിയിപ്പം നമുക്ക് അച്ഛനെ നല്ലൊരു ആശുപത്രി കാണിക്കണം മനുവേട്ടാ. എന്തായാലും അങ്ങനെ കാണിച്ച് അച്ഛൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കണമെന്നൊക്കെയുള്ള കാര്യം ഇവരിങ്ങനെ തങ്ങളി പറയുമ്പം മനോഹരനാണെങ്കിലോ നിന്റെ അച്ഛനെ എങ്ങനെ ഇനി അടുത്ത ഷോക്ക് കൊടുപ്പിക്കാമെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മോളെന്നും പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. പിന്നീടാണെങ്കിലോ
നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് സേനൻ വരികയാണ്. അപ്പൊ സേനനെ കണ്ടതും ഉള്ളിൽ ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ശാരിയാണെങ്കിലോ വളരെ നല്ല രീതിയിൽ അങ്ങ് പെരുമാറുകയാണ്. എന്താണ്, വരൂ, അകത്തോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ക്ഷണിച്ച് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പൊ രൂപയാണെങ്കിലോ, രൂപയും അതുപോലെ നമ്മുടെ സേനനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ശാരി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, അഭിനയമൊക്കെ ആണോ എന്നുള്ളതൊരു ചെറിയ സംശയമുണ്ട്. എന്തായാലും രാഹുലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ശാരിയുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ശാരിയാണെങ്കിൽ ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത രീതിയിൽ വളരെ നല്ല പിള്ള ചമഞ്ഞ് അവിടെ നിൽക്കുന്ന സമയം സേനൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പൊ മൊത്തത്തിലൊരു ചേഞ്ച് ആണല്ലോ, എന്തു പറ്റി, ഭർത്താവുമായിട്ട് പിണങ്ങി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്കും എൻ്റെ മോൾക്കും ഒക്കെ തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ദേഹോപദ്രവം കൂടെ കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകുമ്പോൾ രൂപയുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ആരും ഇവിടെ വരുന്നത് കൊണ്ടോ നിങ്ങൾ രൂപയെ സ്നേഹിക്കുന്നത് കൊണ്ടോ എനിക്ക് യാതൊരുവിധ വിഷയവും ഇല്ല എന്നൊക്കെ സേനനോട് നമ്മുടെ ശാരി പറയുമ്പം ശാരിയുടെ മുഖത്ത് നോക്കി സേനനൊരു വാക്ക് പറയുന്നുണ്ട്, അതെ, നിനക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്ത് വിഷം തുപ്പിയാലും അത് നേരെ തിരിച്ച് നിന്റെ മുഖത്ത് തന്നെ ആയിരിക്കും വീഴുന്നത്. അതായത് നീ എനിക്കിട്ട് പണി തന്നാല് അതിന്റെ ഡബിൾ സ്ട്രോങ്ങില് ഞാൻ നിനക്ക് പണി തരുന്നിരിക്കുമെന്നുള്ള കാര്യം സേനം പറയുമ്പോൾ ശാരിയാണെങ്കിൽ അതിങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇവിടെ വന്ന് പെട്ടും പോയി. രാഹുലേട്ടന്റെ രോഗം ഒന്ന് കുറഞ്ഞെങ്കിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു. നമ്മുടെ രൂപയാണെങ്കിൽ നമുക്ക് അകത്തോട്ട് പോവാന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മുടെ സേനന്റെ കയ്യും പിടിച്ച് രൂപ അങ്ങ് മേളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കിനും ശാരിയാണെങ്കിൽ ഈ കാഴ്ചയും കണ്ട്, ശരിക്കും പറഞ്ഞാൽ ശാരിക്ക് ഒട്ടും ദഹിക്കുന്ന കാഴ്ചയല്ല, എന്നാൽ കൂടിയും ആ കാഴ്ച കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി, ഇതൊന്നും പ്രകടിപ്പിക്കാനും പറ്റത്തില്ലല്ലോ, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ശാരി അവിടെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നതാണെങ്കിലോ നമ്മുടെ പ്രകാശന്റെ വിശേഷങ്ങളാണ്. അപ്പം അമ്മ ആണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ കാല് പിടിച്ച് ഏകദേശം ചികിത്സയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ആൽബിയുടെ അടുത്തേക്ക് നമ്മുടെ സോണി ചെല്ലുകയാണ്. സോണി എന്നിട്ട് പ്രകാശിനെ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ന് അർജുൻ മരണപ്പെട്ട കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും ആൽബിയും അതുപോലെ സോണിയും കൂടി പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് പറ്റേണ്ടിയിരുന്ന അപകടമാണ് ആ ചെറുപ്പക്കാരനെ ഏറ്റെടുക്കേണ്ടി വന്നത്. എൻ്റെ അങ്കിൾ എന്ന് പറയുന്ന ആ ദുഷ്ടനാണ് ഇത് ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യം സോണി പറയുമ്പോൾ ആൽബി ആണെങ്കിലോ, അയാൾ തന്നെ ആയിരിക്കും ഞങ്ങളുടെ വന്ന കാറിലും ബോംബ് വെച്ചിട്ടുണ്ടാകുക, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം. കിരണും അതുപോലെ കല്യാണിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ അയാൾക്ക് ഇച്ചിരി ഭ്രാന്തം കൂടി ഉണ്ടെന്നല്ലേ പറയുന്നത്. ഭ്രാന്തുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അതിന് പ്രത്യേകിച്ച് ശിക്ഷകളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഇതെല്ലാം ഒരു അവസരം മുതലാക്കുമെന്നൊക്കെ ആൽബി ഇങ്ങനെ പറയുമ്പോൾ സോണിയാണെങ്കിൽ ആൽബിയെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ, അയാൾ ആശുപത്രിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ പ്രകാശനാണ് അടുത്ത കണ്ണി. പ്രകാശൻ വയ്യാതെ ആശുപത്രിയിലും ഉണ്ട്. പിന്നെ ഉള്ളത് വിക്രമാണ്. വിക്രത്തെ ഇപ്പൊ ജയിലിലും ആക്കിയല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് സമാധാനപ്പെടാം. അങ്ങനെ സമാധാനപ്പെടാൻ പറ്റില്ല സോണി. നീ എന്താ കരുതി വെച്ചിരിക്കുന്നത്? നിന്റെ അങ്കിൾ എന്ന് പറയുന്നത് ഒരു കുറുക്കനാണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ അയാൾ പക്കാ ഒരു ക്രിമിനലാണ്. അതുകൊണ്ട് അയാളെ നമ്മൾ ഏത് സമയവും ഭയക്കണമെന്നൊക്കെ പറയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. എല്ലാവരും കാണുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ബൈ.